ആകാശത്തിലൂടെ ഒരു സ്പേസ് ഷിപ്പ് പോവുകയാണ്. അതിൽ നിന്ന് എന്തോ ഒരു വസ്തു ഭൂമിയിലേക്ക് വീണു. അമേരിക്കയുടെ അതിർത്തിയിലുള്ള ഒരു ദ്വീപ്. ഹെലികോപ്റ്റർ താഴ്ത്തിക്കോ. നായകൻ ഡച്ച് അകത്തിരിപ്പുണ്ടായിരുന്നു. ഡച്ച്, ഇതാ സ്ഥലമെത്തി. വാ. ഏതോ പ്രധാനപ്പെട്ട ഓപ്പറേഷൻ ആണെന്നാണ് പറഞ്ഞത്. ഡച്ചും സംഘവും എത്തിയല്ലോ. നിങ്ങൾ വന്നല്ലോ, സമാധാനമായി. ഞങ്ങളെ എന്തിനാണ് ഇവിടേക്ക് വിളിച്ചത്? കാര്യം വളരെ സീരിയസ് ആണ്. എന്തെന്ന് വച്ചാൽ ഞങ്ങൾക്ക് കഴിഞ്ഞ 18 മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു ഹെലികോപ്റ്റർ നഷ്ടമായി. എന്നാൽ ശരിക്കുള്ള പ്രശ്നം അതല്ല. ആ ഹെലികോപ്റ്ററിൽ ക്യാബിനറ്റ് മന്ത്രി ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു പേഴ്സണലാണ് അദ്ദേഹം. കൂടാതെ കുറച്ച് സഹായികളും മന്ത്രിയോടൊപ്പമുണ്ട്. കാടിനുള്ളിൽ അപകടകാരികളായ ഗറില്ലകൾ മറഞ്ഞിരിപ്പുണ്ട്. ഒരു പക്ഷേ മന്ത്രിയെയും കൂട്ടരെയും അവർ തട്ടിക്കൊണ്ട് പോയിരിക്കും. അവരെ രക്ഷിക്കാനാണ് ഞങ്ങൾക്ക് ഡച്ചിൻ്റെ സഹായം വേണ്ടത്. നോക്കൂ ക്യാപ്റ്റൻ, ഞങ്ങൾ റെസ്ക്യൂ ടീമാണ്, അല്ലാതെ കൊലയാളികളല്ല. ആട്ടെ, ആരാണ് ഈ ദൗത്യത്തിനായി ഞങ്ങളെ തിരഞ്ഞെടുത്തത്? അത് ഞാനാണ്. ഡിലാൻ, മൈ ഫ്രണ്ട്, നീയാണോ? അതെ, ഞാൻ തന്നെ. വെൽക്കം ഡച്ച്, എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി. ഇടിക്കേ. ഞാൻ തന്നെ ജയിച്ചു. അതെ, ശരിയാ. അല്ലേലും ഈ കളിയിൽ അന്നും ഇന്നും നീ തന്നെയാണ് വിജയിക്കാറുള്ളത്. എന്താ കാര്യമെന്നറിയോ? എൻ്റെ ഏറ്റവും ശക്തനായ സുഹൃത്താണ് നീ. ഒന്ന് പോടാ. എത്ര നാളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. നിനക്ക് സുഖമല്ലേ? അതെ, പട്ടാളത്തിലെന്തു സുഖം. ഏതു സമയത്താണെങ്കിലും ബോംബ് പൊട്ടിയോ വെടികൊണ്ടോ മരിക്കാം. എടാ, നിനക്കറിയില്ലേ ഞങ്ങൾ റെസ്ക്യൂ ടീമാണെന്ന്? ഇതിന് ആർമി പോരെ? ഞാൻ പറഞ്ഞില്ലേ നീ എൻ്റെ ശക്തനായ ചങ്ങാതിയാണെന്ന്. നമുക്ക് ഏതു വിധേനയും ക്യാബിനറ്റ് മന്ത്രിയെ രക്ഷിക്കണം. ഡച്ച്, ആ ഗറില്ലകളുടെ ഇടയിൽ ചെന്ന് ഒരു മിന്നൽ ആക്രമണം നടത്താൻ നിന്റെ ടീമിന് മാത്രമേ സാധിക്കൂ. ഈ മിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നിന്റെ ടീം അടിപൊളിയല്ലേടാ? ശരി. അപ്പോൾ എങ്ങനെയാണ് ഓപ്പറേഷൻ? ഒരു ഒറ്റ ദിവസത്തെ ഓപ്പറേഷനേ നമുക്കുള്ളൂ. ഏതാണ്ട് ദ്വീപിൻ്റെ ഈ ഭാഗത്തായാണ് ഹെലികോപ്റ്റർ കാണാതായത്. നമുക്കൊന്ന് മാത്രമേ ചെയ്യാനുള്ളൂ. അവരെ കൊല്ലുക, ക്യാബിനറ്റ് മന്ത്രിയെ രക്ഷിക്കുക. ഇവിടെ കൊടും കാടാണല്ലോ. ഏതാണ്ട് ആ ഭാഗത്തായാണ് ഹെലികോപ്റ്റർ കാണാതായത്. ബില്ലി, നീ തയ്യാറല്ലേ? എല്ലാവരും വേഗം ഇറങ്ങ്. ആ ഗറില്ലകൾ എവിടെയാണുള്ളതെന്ന് നമുക്ക് കൃത്യമായ ധാരണയില്ല. ആ ഹെലികോപ്റ്റർ എവിടെയായിരിക്കും വീണിട്ടുണ്ടാവുക? ബില്ലി, നിനക്കെന്ത് തോന്നുന്നു? നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ ഭയങ്കര കാടാണല്ലോ. എവിടെയായിരിക്കും അത് തകർന്നു വീണിട്ടുണ്ടാവുക, ആ ഹെലികോപ്റ്റർ? എനിക്കറിയില്ല. ദേ അങ്ങോട്ട് നോക്ക്. അതാ ഹെലികോപ്റ്റർ. അത് മുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ടോം, ഹാങ്കർ റോപ്പ് ഉപയോഗിച്ച് അതിൽ കയറി നോക്ക്. ഓക്കെ, കയറിയോ? ഇതെന്താണിത്? ഇതിൻ്റെ വയറുകൾ. നോ, സംതിങ് റോങ്. അതോ, അവൻ തിരിച്ചിറങ്ങുന്നുണ്ട്. ഡച്ച്, ഏതോ ഒരു ടെക്നിക്കലായിട്ടുള്ള മാരകായുധം വെച്ചാണ് ഈ ഹെലികോപ്റ്റർ വീഴ്ത്തിയിരിക്കുന്നത്. എന്നാൽ അത് എന്ത് തരം ആയുധമാണെന്ന് അറിയില്ല. ഈ ഹെലികോപ്റ്ററിൻ്റെ കേടുപാടുകൾ കണ്ടിട്ട് അത് വെടിവെച്ച് താഴെ ഇട്ടിരിക്കുന്നത് ഒരു സാധാരണ ആയുധം ഉപയോഗിച്ചല്ല എന്നുള്ളത് തീർച്ചയാണ്. ഗറില്ലകളുടെ കയ്യിൽ ഇത്തരത്തിലുള്ള മാരകായുധങ്ങൾ കാണുമോ? ഓരോ ദിവസം ചെല്ലുന്തോറും ഗറില്ലകളുടെ ശക്തി കൂടി വരികയാണ്. ഒപ്പം അവരുടെ ആയുധശേഖരവും. ബില്ലി, നിനക്കിതിൽ നിന്ന് എന്തു മനസ്സിലാവുന്നു? 10-12 ഗറില്ലകളുടെ സാന്നിധ്യം ഞാൻ മനസ്സിലാക്കുന്നു. ബോട്ട്സുകൾ ധരിച്ച കാൽപ്പാടുകൾ. എന്നാൽ അത് ഈ ഗറില്ലകളുടേതും അല്ല. ഈ ബില്ലി മഹാബുദ്ധിശാലിയാ. എന്തു കാര്യം അവന് നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. സൂക്ഷ്മ നിരീക്ഷണമാ, ഷെർലക് ഹോംസിനെ പോലെ. എന്തായാലും നമുക്ക് ആ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ട് ഗറില്ലകളുടെ താവളം എവിടെയെന്ന് നോക്കാം. അവിടെ എന്തോ ഉള്ളതുപോലെ. എന്തോ പറ്റി ബില്ലി? അയ്യോ,
ഓ ഓ അയ്യോ. എന്താണത്? വാ നോക്കാം. എന്താ, എന്തു പറ്റി ബില്ലി? അവിടെ ചെന്ന് നോക്ക്. ഓ മൈ ഗോഡ്. ഓ, ഈ ഗറില്ലകൾ ഇത്രയ്ക്ക് ക്രൂരന്മാരാണോ? ഇതുകൊണ്ടാണോ ഡിലാൻ നീ ഞങ്ങളെ തന്നെ വരുത്തിയത്? അതെ. ഡച്ച്, ഈ ലോക്കറ്റ് പിടിച്ചോ. ജിം ഹോപ്പർ? ഡിലാൻ, ഇദ്ദേഹത്തെ എനിക്കറിയാം. ആർമിയിലെ ഒരു ഉയർന്ന ഓഫീസറാണ്. പക്ഷേ ഇവർ ഇവിടെ എന്തിനു വന്നു? എനിക്കറിയില്ല ഡച്ച്. പറയൂ ബില്ലി, നിനക്ക് എന്താണ് തോന്നുന്നത്? ഏത് ക്രൈം സീൻ കണ്ടാലും എനിക്കത് എളുപ്പം മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഈ സ്ഥലം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരു തെളിവുകളോ അങ്ങോട്ടോ ഇങ്ങോട്ടോ കണക്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഒരു ശക്തമായ വെടിവെപ്പ് നടന്നിട്ടുണ്ട്. വെടിവെച്ചത് നമ്മുടെ പട്ടാളക്കാരാണ്. എന്നാൽ ഇവരാരെയാണ് വെടിവെച്ചത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതിപ്പോ ആകെ കൺഫ്യൂഷൻ ആണല്ലോ. ദേ കണ്ടില്ലേ, ബുള്ളറ്റ് കവറുകൾ. നമുക്ക് ആ ക്യാബിനറ്റ് മന്ത്രിയെ രക്ഷിക്കേണ്ടതുണ്ട്. വാ, ഗർലകൾ എവിടെയെന്ന് നോക്കാം. അതാ താഴ്വരയിലെന്തോ അനക്കമുണ്ട്. ആക്രമണത്തിന് തയ്യാറെടുത്തോളൂ. അത് ഗർലകളുടെ സങ്കേതം തന്നെ. വാ വാ, മുന്നോട്ട് നീങ്ങ്. അവരുടെ ഓരോ ആക്ടിവിറ്റികളും ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. കണ്ടിട്ടവർ ഗർലകൾ തന്നെയാണോ എന്നെനിക്ക് സംശയമുണ്ട് ടച്ച്. വില്ലി, ക്യാബിനറ്റ് മന്ത്രിയെ നമുക്ക് രക്ഷിക്കേണ്ടതുണ്ട്. ഞാൻ പ്ലാൻ എങ്ങനെയാണെന്ന് പറയാം. മാക്കും ബ്ലെയിനും കാവൽക്കാരെ നേരിടട്ടെ. തന്ത്രപരമായി നിങ്ങൾ അവരെ തീർക്കണം. ബില്ലി, ടോം, നിങ്ങൾ കുടിലുള്ളവരെ നോക്കണം. ബാക്കി രണ്ടുപേർ ബാക്കപ്പായി ഇവിടെ തന്നെ നിൽക്കട്ടെ. വണ്ടിയിൽ ഈ ബോംബ് വയ്ക്കാം. നോക്ക്, ആ വണ്ടി കുടിലേക്ക് ഇപ്പോൾ ഇടിച്ചു കയറുമല്ലോ. എന്താണിത്? സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? വേഗം രക്ഷപ്പെടണം. രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. ഇവളാരാണ്? ആ ക്യാബിനറ്റ് മന്ത്രി എവിടെയാണെന്ന് നോക്ക്. ഡച്ച്, മാക്, നമ്മുടെ ടീമിലെ ആർക്കും കുഴപ്പമില്ലല്ലോ? ഇല്ല, പക്ഷേ ഇവിടെ ക്യാബിനറ്റ് മന്ത്രികളോ സഹായികളോ മറ്റാരുമില്ല. പോരാത്തതിന് നമ്മളിവിടെ കൊന്നൊടുക്കിയത് റഷ്യൻ ആർമിയിൽപ്പെട്ട ഏതോ പട്ടാളക്കാരെയാണ്. എന്താ അടുത്തതായിട്ട് ചെയ്യേണ്ടത്? വാ, തിരിച്ചു പോകാം. എടാ ദുഷ്ട. ഡച്ച്, എന്താ ഇത്? എൻ്റെ കഴുത്തിൽ നിന്ന് വിട്. എടാ, ഈ പട്ടാളക്കാരെ കൊല്ലാനാണോ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? വേണ്ടി വന്നു ഡച്ച്. 3 ദിവസം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഈ റഷ്യൻ ആർമി അതിർത്തി കടന്ന് ഞങ്ങളുടെ നാട്ടിൽ കടക്കുമായിരുന്നു. ഈ ശ്രമം കൊണ്ട് അതാണ് ഇല്ലാതായത്. ശരി, പക്ഷെ ആ ഹെലികോപ്റ്റർ തകർത്തത് ആരാണ്? എനിക്കറിയില്ല. ആ ഹെലികോപ്റ്റർ എപ്രകാരമാണ് ആക്രമിക്കപ്പെട്ടതെന്ന് പോലും എനിക്കറിയില്ല. എന്നാൽ അത് ചെയ്തത് ഇവരല്ല. എല്ലാവരും ശ്രദ്ധിക്കൂ, ഗറില്ലകളുടെ ഒരു വലിയ ടീം ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരിപ്പോൾ എവിടെ എത്തി? 2-3 കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ്. അരമണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തും. ശരി, എല്ലാവരും തയ്യാറായിക്കോളൂ. ഉടനെ നമുക്ക് ഇവിടെ നിന്ന് കടക്കണം. ടച്ച്, 1 മിനിറ്റ്. ഇവിടെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഇവളുടെ പേര് അന്ന. ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. ഇവളെ കൂടെ കൊണ്ടുപോയാൽ എന്തെങ്കിലും തെളിവുകൾ കിട്ടും ഡച്ച്. ഇവള ഗറില്ലകളുടെ കൂട്ടത്തിലുള്ളതാണെന്ന് നിനക്കറിയാം. എന്നിട്ടും ഞാൻ പറഞ്ഞല്ലോ ഡച്ച്. ഈ കാട്ടിൽ നിന്ന് പുറത്തു കടക്കാൻ എന്താ ചെയ്യുക? ഈ മലയുടെ അടിവാരം വഴി കിഴക്കോട്ട് നീങ്ങുന്നതാണ് ഏക മാർഗം. എന്താണത്? നിൽക്ക്. വലിയ അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുകയാണല്ലോ. എന്താണ് ഇവിടെ? ബില്ലി കുറെ സമയമായല്ലോ അങ്ങനെ നിൽക്കുന്നത്. ഇവനിതെന്തു പറ്റി? ബില്ലി, നിനക്ക് എന്തു പറ്റി? ബില്ലി, നീ എന്താ നോക്കുന്നത്? ബില്ലി,
ആ മരങ്ങൾക്കിടയിൽ എന്തോ ഉണ്ട്. എവിടെ? ഞാനൊന്നും കാണുന്നില്ലല്ലോ. ഏയ്, അവൾ രക്ഷപ്പെടുന്നു. അവളെ പിടിക്ക്. അനങ്ങരുത്. രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. വെടിവെക്കും ഞാൻ. അനങ്ങാതിരിക്കുന്നതാണ് നല്ലത്. അയ്യോ, നിനക്കെന്തു പറ്റി? എവിടെ അവൻ?